നമസ്കാരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന LDC പരീക്ഷ തുടങ്ങാൻ പോവുകയാണ്. വരുന്ന ശനിയാഴ്ച ജൂലൈ 27 തൊട്ടാണ് LDC പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത്. ജൂലൈ 27 തൊട്ട് ഒക്ടോബർ 19 വരെ 3-4 മാസമായിക്കൊണ്ടാണ് LDCയുടെ മുഴുവൻ ജില്ലകളുടെയും പരീക്ഷ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇനി LDCയുടെ ഈ ഒരു മാമാങ്കം തുടങ്ങാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അതിന്റെ അവസാനവട്ട പ്രിപ്പറേഷനിലാണെന്നറിയാം. പല ആളുകളും ക്രാഷ് അടക്കമുള്ള കോഴ്സിൽ ജോയിൻ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം പഠിക്കുന്നതെന്നറിയാം. പല ആളുകളും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ രീതികളിലാണ് ഓരോരുത്തരുടെയും പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് ആദ്യം പരീക്ഷ. ജൂലൈ 27 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേ ദിവസം ആ ജില്ലക്കാർക്ക് മാത്രമേ പരീക്ഷയുള്ളൂ. അതിനുശേഷം കൊല്ലം, കണ്ണൂർ ജില്ലക്കാർക്ക് ഓഗസ്റ്റ് 17, ഏറെക്കുറെ ഒരു മാസത്തോളം സമയം കിട്ടുന്നുണ്ട്. പിന്നീട് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ 31-ാം തീയതി പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് ജില്ലക്കാർക്ക് പരീക്ഷ വരുന്നു. ആലപ്പുഴ, പാലക്കാട് ജില്ലക്കാർക്ക് സെപ്റ്റംബർ 7 കോട്ടയം, കോഴിക്കോട് സെപ്റ്റംബർ 28, എറണാകുളം, വയനാട് ഒക്ടോബർ 5, അതിന് അവസാനമായിക്കൊണ്ട് മലപ്പുറം, ഇടുക്കിയും ഒക്ടോബർ 19. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. റീസെന്റ് ആണ് ഈ എറണാകുളം, വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളുടെ തീയതി വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം മാത്രം ബാക്കിയാണെങ്കിലും അല്ല, ഇനി 3 മാസം ബാക്കി ഉണ്ടെങ്കിൽ പോലും എല്ലാവരും റിവിഷൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയുള്ള പഠനങ്ങളെല്ലാം മാക്സിമം റിവിഷൻ തന്നെ ആയിരിക്കണം. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുകളെ വീണ്ടും ആവർത്തിച്ച് വായിച്ചു നോക്കി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, പഠിച്ച കാര്യങ്ങളെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് അവ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആപ്ലിക്കേഷൻ ലെവലിൽ വേണം ഈ റിവിഷൻ നമ്മൾ ഉപയോഗിക്കാൻ. പഠിച്ച കാര്യങ്ങൾ തന്നെ റാങ്ക് ഫയൽ മറ്റും ഉപയോഗിച്ച് അല്ലെങ്കിൽ SCRT ഉപയോഗിച്ച് വായിച്ചു പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പഠിച്ച ഭാഗത്ത് നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പഠനവും അതോടൊപ്പം തന്നെ റിവിഷനും എഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ജില്ലക്കാർക്ക്, കൊല്ലം തൊട്ട് താഴോട്ടുള്ള എല്ലാ ജില്ലക്കാർക്കും അവർക്ക് അതിന്റെ പാറ്റേൺ, അതായത് LDCയുടെ ഒന്നാമത്തെ പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനും റിവിഷനും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നിരുന്നാൽ പോലും നിലവിൽ 2024 നടന്നിരിക്കുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. 2024 ജാനുവരി 1 തൊട്ട് ഇതുവരെ ഈ ജൂലൈ മാസം അവസാനം വരെ നടന്നിരിക്കുന്ന വിവിധ പരീക്ഷകളുണ്ട്. അതിൽ ജനറൽ PSCയുടെ എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് ഉൾപ്പെടെയുള്ള മറ്റു വിവിധ തസ്തികകളുടെ പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകളിലെ പല ടോപ്പിക്കുകളും പല സബ്ജക്റ്റുകളും നമ്മുടെ LDCയുടെ സിലബസ് ഉൾപ്പെട്ട് തന്നെയാണ്. അത് ചരിത്രമാവാം, മാത്സ് ആവാം, ഇംഗ്ലീഷ് ആവാം, ഏതുമാവാം. GKയിൽ നിന്നാവട്ടെ, മാത്സിൽ നിന്നാവട്ടെ, മലയാളത്തിൽ നിന്നാവട്ടെ, ഏതുമാവട്ടെ. നമ്മുടെ സിലബസിലുള്ള കണ്ടന്റ് ആ പരീക്ഷകളിൽ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നമ്മൾ റെഫർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എഫക്റ്റീവായ ഒരു റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇനി അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ഫൈനൽ ലാബ് റിവിഷൻ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2024 ഇതുവരെ നടന്നിരിക്കുന്ന മുഴുവൻ പരീക്ഷകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അത് എഴുതി ശീലിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് ആ പാറ്റേൺ മനസ്സിലാക്കി ആ ഓരോ ചോദ്യവും അതിന്റെ ഉത്തരവും റിലേറ്റഡ് ഫാക്ട്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 2024 തന്നെ പല പരീക്ഷകളുടെയും ഫൈനൽ ആൻസർ കീ ഓൾറെഡി വന്നിട്ടുണ്ട്. പലതിന്റെയും പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ ആൻസർ കീയുടെയോ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഠനം ഒന്നും കൂടെ എഫക്റ്റീവ് ആകും. ചലഞ്ചർ ആപ്പിന്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെ എക്സാംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സാംസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കിട്ടുന്നതായിരിക്കും. അതിൽ ഇയർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2024-23 തൊട്ട് താഴോട്ടുള്ള എല്ലാ വർഷങ്ങളുടെയും കേരള PSC നടത്തിയ വിവിധ പരീക്ഷകളുടെയും നമ്മുടെ ആപ്പിൽ തന്നെയുള്ള വിവിധ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. ഇത് 2024 എന്നുള്ള വർഷം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2024 കേരള PSC നടത്തിയിരിക്കുന്ന മുഴുവൻ പരീക്ഷകളും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സിലബസ് ഓറിയന്റഡ് നടന്ന എല്ലാ പരീക്ഷകളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ PSC പരീക്ഷകൾ ഒഴികെ ജനറൽ PSC ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ പരീക്ഷകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസും അവയുടെ ഓപ്ഷൻസും അവയുടെ ആൻസേഴ്സും അവയുടെ എക്സ്പ്ലനേഷനും ഉൾപ്പെടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് റെഫർ ചെയ്തുകൊണ്ട് ഓരോ ദിവസം ഓരോ ചോദ്യ പേപ്പർ എഴുതുമെങ്കിലും, ഇനി തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഇന്നും നാളെ ആയിക്കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് മാക്സിമം എക്സാംസും പ്രാക്ടീസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ 100 ചോദ്യങ്ങൾ പഠിക്കുന്നു, 100 ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുന്നു, 100 റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നു. ആ ഒരു ഇന്റൻഷൻ ഉണ്ടായിക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ ഇത് റെഫർ ചെയ്യാൻ. അതിന് പുറമെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് എഴുതി പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ മോക്ക് എക്സാംസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തും ഒരുപാട് എക്സാംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും എക്സാംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ ഫൈനൽ ലാബ് റിവിഷനിൽ ഈ PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫൈനൽ ലാബ് റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, SCRT ഈ വർഷമാണെങ്കിൽ 2024-25 അക്കാഡമിക് ഇയറിലാണെങ്കിൽ 3, 5,
7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആ മാറ്റം വരുത്തിയ പാഠപുസ്തകങ്ങൾ എസ്പെഷ്യലി 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലൊക്കെ മാറിയ ചാപ്റ്റേഴ്സ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സമഗ്ര എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചലഞ്ചർ ആപ്പിന്റെ ഹോം പേജിൽ SCERT എന്ന് പറയുന്ന ഭാഗത്തും അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആ പുതിയ ചാപ്റ്റേഴ്സും കൂടെ വായിച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിലെ ചോദ്യങ്ങൾ പരിശീലിക്കുകയോ അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ചിട്ട് വായിക്കാനോ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. റീസെന്റ് നടന്ന ചില പരീക്ഷകൾക്ക് ഈ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ഓക്കെ, അഡീഷണൽ പോയിന്റ്സ് നമ്മുടെ റാങ്ക് ഫയലുകളിലും വീഡിയോ ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ പോലും SCERT പാഠപുസ്തകങ്ങൾ അത് എങ്ങനെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളിൽ ചിലത് ഈ 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് നിലവിൽ മാറിയിരിക്കുന്നത്. അടുത്ത വർഷം ഇതേപോലെ തന്നെയാണെങ്കിൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലും മാറ്റം വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. 27-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഫൈനൽ പ്രിവിഷൻ നടത്തുക. ടെൻഷൻ അടിക്കാതെ സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ വളരെ എഫക്റ്റീവായി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് PYQs ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഒരു റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം, തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയ്ക്ക് ശേഷം കൊല്ലം അടക്കമുള്ള ബാക്കിയുള്ള ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നു, ആ ഒരു PSCയുടെ സിലബസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ആ ഒരു വെയിറ്റേജ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിന് എത്ര വന്നു, ചരിത്രം എങ്ങനെ വന്നു, അങ്ങനെ എല്ലാം നോക്കിയിട്ട് ഇംഗ്ലീഷ് മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം റെഫർ ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ റിവിഷൻ പ്ലാനിലും മാറ്റം വരുത്തിക്കൊണ്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും നമുക്ക് ബാക്കിയുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാതെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.